ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SCERT സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. പാലിൻ്റെ ശുദ്ധത അളക്കുന്ന ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ. പാലിൻ്റെ ശുദ്ധത അളക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ ആണ്. മണ്ണെണ്ണ വിളക്കിൻ്റെ തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്നു വരുന്നതിന് കാരണം എന്താണ്? കേശികത്വം. മണ്ണെണ്ണ വിളക്കിൻ്റെ തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്നു വരുന്നതിന് കാരണം കേശികത്വം മൂലമാണ്. ഒരേയിനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നത് കൊഹിഷൻ ബലം എന്നാണ്. എന്നാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നത് അഡ്ഹിഷൻ ബലം എന്നുമാണ്. അപ്പോൾ ഒരേയിനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. എന്നാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ ബലം. ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതിന് കാരണം എന്താണ്? പ്രതലബലം മൂലമാണ്. ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതിന് കാരണം പ്രതലബലം മൂലമാണ്. ദ്രാവക ഉപരിതലത്തിൽ ബ്ലേഡ് പൊങ്ങിക്കിടക്കാനുള്ള കാരണം എന്താണ്? പ്രതലബലം മൂലമാണ്. ദ്രാവക ഉപരിതലത്തിൽ ബ്ലേഡ് പൊങ്ങിക്കിടക്കാൻ കാരണം പ്രതലബലം മൂലമാണ്. ചോക്ക് ഉപയോഗിച്ച് മഷി ഒപ്പിയെടുക്കാൻ സാധിക്കുന്നത് എന്ത് മൂലമാണ്? കേശികത്വം മൂലമാണ്. ചോക്ക് ഉപയോഗിച്ച് മഷി ഒപ്പിയെടുക്കാൻ സാധിക്കുന്നത് കേശികത്വം മൂലമാണ്. മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനമാണ്? പാസ്കൽ നിയമം. മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നത് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനമാണ്. പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, മണ്ണുമാന്തി യന്ത്രം എന്നിവയൊക്കെ പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. ഒന്നുകൂടെ പറയാം. വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, മണ്ണുമാന്തി യന്ത്രം എന്നിവയൊക്കെ പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണം. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണമാണ്. വസ്തുക്കളുടെ വലിയ പ്രതിബിംബം ലഭിക്കുവാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് ദർപ്പണമാണ്. അപ്പോൾ വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണവും വലിയ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് മിററുമാണ്. ഇനി വസ്തുവിന് സമാനമായ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? സമതല ദർപ്പണം. വസ്തുവിന് സമാനമായ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് സമതല ദർപ്പണം. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത് സമതല ദർപ്പണമാണ്. വൈദ്യുതിയെ കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് ചാലകങ്ങൾ എന്ന പേരിലാണ്. വൈദ്യുതിയെ കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്ന പേരെന്താണ്? ചാലകങ്ങൾ എന്നാണ്. വൈദ്യുതിയെ കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഇൻസുലേറ്റർ എന്നുമാണ്. ഇപ്പോൾ ചാലകങ്ങളുടെ ഉദാഹരണം നമുക്കറിയാം. വെള്ളി, അതുപോലെ അലുമിനിയം, ഇതൊക്കെ ഇരുമ്പ്, ഇതെല്ലാം ഈ ചാലകങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇൻസുലേറ്റർ, റബ്ബറൊക്കെ ഇൻസുലേറ്ററിനും ഉദാഹരണമാണ്. വൈദ്യുതിയെ കടത്തിവിടാത്തതാണ് റബ്ബർ, പ്ലാസ്റ്റിക് എന്നിവയൊക്കെ. ഇനി മഴവില്ല് ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണ്? പ്രകീർണനമാണ്. പ്രകീർണനം എന്ന പ്രകാശത്തിൻ്റെ പ്രതിഭാസം മൂലമാണ് മഴവില്ലുണ്ടാകുന്നത്. മഴവില്ലുണ്ടാകുന്നതിന് കാരണം പ്രകീർണനമാണ്. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരെന്താണ്? പ്രകീർണനം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. കൃത്രിമ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? അൽനിക്കോ.
കൃത്രിമ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. സ്വതന്ത്രമായി ചലിക്കുന്ന ബാർ കാന്തം എപ്പോഴും ഏത് ദിശയിലാണ് നിൽക്കുന്നത്? തെക്ക് വടക്ക് ദിശയിൽ. സ്വതന്ത്രമായി ചലിക്കുന്ന ബാർ കാന്തം എപ്പോഴും ഏത് ദിശയിലാണ് നിൽക്കുന്നത്? തെക്ക് വടക്ക് ദിശയിലായിരിക്കും നിൽക്കുന്നത്. കാന്തത്തിൻ്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു, അതുപോലെ കാന്തത്തിൻ്റെ വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. ഒരു കാന്തത്തിൻ്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു, അതുപോലെ കാന്തത്തിൻ്റെ വിജാതീയ ധ്രുവങ്ങൾ എപ്പോഴും ആകർഷിക്കുകയും ചെയ്യുന്നു. ആകർഷിക്കുന്നത്, ഒരുമിച്ച് മുട്ടുന്നത് വിജാതീയ ധ്രുവങ്ങളാണ്. ചക്രങ്ങളില്ലാതെ തന്നെ പാളത്തിന് മുകളിലൂടെ പാഞ്ഞു പോകുന്ന ട്രെയിനുകളാണ് മാഗ്ലെവ് ട്രെയിനുകൾ. ഇതിൻ്റെ പൂർണ്ണമായൊരു പേര് അല്ലെങ്കിൽ മറ്റൊരു പേര് മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകൾ എന്നാണ്. ചക്രങ്ങളില്ലാതെ തന്നെ പാളത്തിന് മുകളിലൂടെ പാഞ്ഞു പോകുന്ന ഒരു തരം ട്രെയിനാണ് മാഗ്ലെവ് ട്രെയിന് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകൾ. ഒപ്റ്റിക്കൽ ഫൈബർ നിർമ്മിച്ചതിന് ശേഷം ആദ്യമായി പ്രയോജനപ്പെടുത്തിയത് മെഡിക്കൽ രംഗത്ത് ഒരു ഉപകരണം നിർമ്മിക്കാൻ വേണ്ടിയാണ്. എന്തിൻ്റെ ഉപകരണമാണ്? എൻഡോസ്കോപ്പ്. ഒപ്റ്റിക്കൽ ഫൈബർ നിർമ്മിച്ചതിന് ശേഷം അത് ആദ്യമായി പ്രയോജനപ്പെടുത്തിയത് എൻഡോസ്കോപ്പ് എന്ന മെഡിക്കൽ രംഗത്തെ ഉപകരണം നിർമ്മിക്കാനാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? പൂർണ്ണാന്തര പ്രതിഫലനം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ പ്രവർത്തന തത്വം പൂർണ്ണാന്തര പ്രതിപതനമാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? രോഗനിർണയം, ശരീരത്തിൽ മരുന്നിൻ്റെ പ്രവർത്തനം അറിയാൻ, പിന്നെ വാർത്താവിനിമയ രംഗത്തും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ്? മെഡിക്കൽ ഫീൽഡിൽ രോഗനിർണയം നടത്താനും അതുപോലെ ശരീരത്തിൽ മരുന്നിൻ്റെ പ്രവർത്തനം അറിയാനും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വാർത്താവിനിമയ രംഗത്തും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിക്കുന്നുണ്ട്. കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്ന ഏത് രാജ്യമാണ്? ഡെൻമാർക്കാണ്. കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്നത് ഡെൻമാർക്കാണ്. കാറ്റുപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? ജർമ്മനി. കാറ്റുപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം ജർമ്മനിയാണ്. കാറ്റുപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ആണ്. കാറ്റുപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 5ാമതാണ്. സൗരോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന റിഫ്ലക്ടർ ഏതാണ്? കോൺകേവ് റിഫ്ലക്ടർ. സൗരോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന റിഫ്ലക്ടറാണ് കോൺകേവ് റിഫ്ലക്ടർ. ഏറ്റവും കൂടുതൽ സോളാർ തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഏറ്റവും കൂടുതൽ സോളാർ തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കഞ്ചിക്കോടും രാമക്കൽമേടും. കേരളത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ കഞ്ചിക്കോടും രാമക്കൽമേടുമാണ്. ഇതിൽ കഞ്ചിക്കോട് ഏത് ജില്ലയിലാണ്? പാലക്കാടും. രാമക്കൽമേട് ഇടുക്കി ജില്ലയിലുമാണ്. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് എന്താണ്? സമ്പുഷ്ട യുറേനിയം. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. ആണവ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് കഴിക്കാൻ നൽകുന്ന ഗുളിക ഏതാണ്? പൊട്ടാസ്യം സയനൈഡ്. ആണവ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് കഴിക്കാൻ നൽകുന്ന ഗുളിക പൊട്ടാസ്യം അയഡൈഡ് ഗുളികളാണ്. അതുപോലെ ആണവ ദുരന്ത സാധ്യതയുള്ള മേഖലകളിലെ ജനങ്ങളുടെ ആഹാര പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കേണ്ട പ്രധാന ഘടകം എന്താണ്? അയഡിനാണ്. ആണവ ദുരന്ത സാധ്യതയുള്ള മേഖലകളിലെ ജനങ്ങളുടെ ആഹാര പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കേണ്ട പ്രധാന ഘടകം അയഡിനാണ്. ഇന്ത്യയിലെ പ്രധാന ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ ഏതെല്ലാമാണ്? താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം എന്നിവയൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാന ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ ഏതൊക്കെയാണ്? താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം എന്നിവയാണ്. ഗ്രാമീണ മേഖലയിലുള്ള
18 വയസ്സ് പൂർത്തിയായവർക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമീണ മേഖലയിലുള്ള 18 വയസ്സ് പൂർത്തിയായവർക്ക് വർഷത്തിൽ 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി സൗജന്യമായി നൽകുന്ന പദ്ധതി ഏതാണ്? അന്നപൂർണ. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് അന്നപൂർണ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് മാസം 35 കിലോ അരി 3 രൂപ നിരക്കിലും ഗോതമ്പ് കിലോയ്ക്ക് 2 രൂപ നിരക്കിലും നൽകുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന പദ്ധതി. AAY എന്ന് പറയും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് മാസം 35 കിലോ അരി 3 രൂപ നിരക്കിലും ഗോതമ്പ് കിലോയ്ക്ക് 2 രൂപ നിരക്കിലും നൽകുന്ന പദ്ധതിയാണ് AAY, അതായത് അന്ത്യോദയ അന്നയോജന പദ്ധതി. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ച വർഷം ഏതാണ്? 2013. ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗീകരിച്ച വർഷം 2013 ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്താണ്. ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച ആരാണ്? ദാദാബായി നവറോജി. ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത് ദാദാബായി നവറോജിയാണ്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല അഥവാ കാർഷിക മേഖല എന്ന് പറയുന്നത്. 3 മേഖലകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതായത് സാമ്പത്തിക മേഖലയാണ്, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് ഒന്നാമത്തെ മേഖലയായ പ്രാഥമിക മേഖല. ഈ മേഖല തന്നെയാണ് കാർഷിക മേഖലയെന്നും അറിയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം എന്നിവ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം എന്നിവ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളാണ്. അടുത്തത്, പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല ആണ് ദ്വിതീയ മേഖല എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ വ്യവസായ മേഖലയൊക്കെ ദ്വിതീയ മേഖലയാണ്. അപ്പോൾ ദ്വിതീയ മേഖലയുടെ മറ്റൊരു പേരാണ് വ്യവസായ മേഖല. ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം എന്നിവയൊക്കെ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രവർത്തനങ്ങളാണ്. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് തൃതീയ മേഖല. ഈ തൃതീയ മേഖലയുടെ മറ്റൊരു പേരാണ് സേവന മേഖല. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് തൃതീയ മേഖല അഥവാ സേവന മേഖല. തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം, IT എന്നിവ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ സാമ്പത്തിക മേഖലയെ 3ആയി തിരിച്ചിരിക്കുന്നു: പ്രാഥമിക മേഖലയെന്നും ദ്വിതീയ മേഖലയെന്നും തൃതീയ മേഖലയെന്നും. പ്രാഥമിക മേഖലയാണ് കാർഷിക മേഖല എന്നറിയപ്പെടുന്നത്. ദ്വിതീയ മേഖല വ്യവസായ മേഖലയെന്നും അറിയപ്പെടുന്നു. തൃതീയ മേഖല സേവന മേഖലയെന്നും അറിയപ്പെടുന്നു. ഇനി ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മേഖലകളിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളാണ്. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം എന്നിവയാണ്. ദ്വിതീയ മേഖല അഥവാ വ്യാവസായിക മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം എന്നിവയാണ്. തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ
വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം, IT എന്നിവയാണ്. ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ജോഹന്നാസ് കെപ്ലർ. ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ജോഹന്നാസ് കെപ്ലറാണ്. മാവിൻ്റെ കൊമ്പ് കുലുങ്ങുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ അടർന്നു വീഴുന്നതിന് കാരണം എന്താണ്? നിശ്ചല ജഡത്വം. മാവിൻ്റെ കൊമ്പ് നമ്മൾ കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന സമയത്ത് മാങ്ങ അടർന്നു വീഴുന്നതിനുള്ള കാരണം നിശ്ചല ജഡത്വമാണ്. പ്രകൃതിവാതകത്തിലെ മുഖ്യ ഘടകം എന്താണ്? മീഥെയ്നാണ്. പ്രകൃതിവാതകത്തിലെ മുഖ്യ ഘടകം മീഥെയ്നാണ്. ഇന്ധനങ്ങളുടെ ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. നമുക്കറിയാവുന്നതാണ്, കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. തീ അണയ്ക്കാൻ സഹായിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അപ്പോൾ ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഓക്സിജനാണ്. ചുവപ്പ് വർണ്ണം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവ് എത്രയാണ്? 42.7 ഡിഗ്രിയാണ്. ചുവപ്പ് വർണ്ണം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോൺ 42.7 ഡിഗ്രിയാണ്. വയലറ്റ് വർണ്ണം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവ് എത്രയാണ്? 40.8 ഡിഗ്രിയാണ്. വയലറ്റ് വർണ്ണം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോൺ 40.8 ഡിഗ്രിയാണ്. മഴവില്ലിൻ്റെ പുറംവക്കിൽ കാണപ്പെടുന്ന വർണ്ണം ഏതാണ്? ചുവപ്പ്. മഴവില്ലിൻ്റെ പുറംവക്കിൽ കാണപ്പെടുന്ന വർണ്ണം ചുവപ്പും മഴവില്ലിൻ്റെ അകവശത്ത് കാണപ്പെടുന്ന നിറം വയലറ്റുമാണ്. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? പച്ച, നീല, ചുവപ്പ് എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? പച്ച, നീല, ചുവപ്പ്. മറ്റു വർണ്ണങ്ങൾ ചേർന്ന് നിർമ്മിക്കാൻ കഴിയാത്ത വർണ്ണങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങൾ. പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ദ്വിതീയ വർണ്ണങ്ങൾ എന്നാണ്. പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന നിറങ്ങളാണ് ഈ ദ്വിതീയ വർണ്ണങ്ങൾ. ദ്വിതീയ വർണ്ണങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? മഞ്ഞ, സിയാൻ, മജന്ത എന്നിവയാണ് ദ്വിതീയ വർണ്ണങ്ങൾക്ക് ഉദാഹരണങ്ങൾ. ദ്വിതീയ വർണ്ണങ്ങൾക്ക് ഉദാഹരണങ്ങൾ മഞ്ഞ, സിയാൻ, മജന്ത എന്നിവയാണ്. ഇതിൽ മഞ്ഞ നിറം ഏതൊക്കെ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടായതാണ്? ചുവപ്പും പച്ചയും. അപ്പോൾ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നാണ് ഈ ദ്വിതീയ വർണ്ണങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ദ്വിതീയ വർണ്ണമായ മഞ്ഞ നിറം ഉണ്ടായിരിക്കുന്ന ഏതൊക്കെ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നാണ്? ചുവപ്പും പച്ചയും ചേർന്ന് മഞ്ഞ ഉണ്ടാകുന്നു. ചുവപ്പും പച്ചയും ചേർന്ന് മഞ്ഞ നിറം ഉണ്ടാകുന്നു. പച്ചയും നീലയും ചേർന്നാണ് സിയാൻ നിറം ഉണ്ടാകുന്നത്. പച്ചയും നീലയും ചേർന്ന് സിയാൻ. നീലയും ചുവപ്പും ചേർന്ന് ഉണ്ടാകുന്ന ദ്വിതീയ വർണ്ണമാണ് മജന്ത. നീലയും ചുവപ്പും ചേർന്നാണ് മജന്ത നിറം ഉണ്ടാകുന്നത്. 3 പ്രാഥമിക വർണ്ണങ്ങളും സംയോജിക്കുമ്പോൾ ലഭിക്കുന്ന നിറമാണ് ധവളപ്രകാശം എന്നറിയപ്പെടുന്നത്. അത് വെള്ള നിറമാണ്. 3 പ്രാഥമിക വർണ്ണങ്ങളും സംയോജിക്കുമ്പോൾ ലഭിക്കുന്ന നിറം ധവളപ്രകാശം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ 0.0625 സെക്കൻഡ് അല്ലെങ്കിൽ 16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരെന്താണ്? വീക്ഷണ സ്ഥിരത. ഒരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ 16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് ആരാണ്? വിൽസൺ ഗ്രേറ്റ് ബാച്ച്. കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ്. മനുഷ്യൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4. മനുഷ്യൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4 ആണ്. മനുഷ്യഹൃദയത്തിലെ മുകളിലത്തെ 2 അറകളാണ് ഏട്രിയം അഥവാ ഓറിക്കിളുകൾ. മനുഷ്യഹൃദയത്തിലെ മുകളിലത്തെ 2 അറകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഏട്രിയം അഥവാ ഓറിക്കിളുകൾ. മനുഷ്യഹൃദയത്തിൻ്റെ താഴത്തെ 2 അറകളാണ് വെൻട്രിക്കിളുകൾ. മനുഷ്യഹൃദയത്തിൻ്റെ താഴത്തെ 2 അറകൾ അറിയപ്പെടുന്നത് വെൻട്രിക്കിളുകൾ എന്ന പേരിലാണ്. ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൽവ് ഏതാണ്? ബൈകസ്പിഡ് വാൽവാണ്. ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൽവ് ബൈകസ്പിഡ് വാൽവാണ്. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൽവ് ഏതാണ്? ട്രൈകസ്പിഡ് വാൽവാണ്.
വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൽവ് ട്രൈകസ്പിഡ് വാൽവാണ്. മനുഷ്യ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ഏത് അവയവമാണ്? കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കരളാണ്. മനുഷ്യ ശരീരത്തിൽ പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? പ്ലീഹ. മനുഷ്യ ശരീരത്തിൽ പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം പ്ലീഹയാണ്. പ്ലീഹയുടെ നിറം എന്താണ്? പർപ്പിൾ നിറം. പ്ലീഹയുടെ നിറം പർപ്പിൾ നിറമാണ്. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം ഏതാണ്? അയഡിൻ. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം അയഡിനാണ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 9 മുതൽ 11 വരെ മില്ലിഗ്രാം 100 മില്ലി ലിറ്റർ രക്തത്തിൽ. അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് 100 മില്ലി ലിറ്റർ രക്തത്തിൽ 9നും 11നും ഇടയ്ക്ക് മില്ലിഗ്രാം കാൽസ്യമാണ് ഉള്ളത്. മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിനാണ്. മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിനാണ്. വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസിൻ. വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിനാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാടാണ്. മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ്? നിക്കൽ. നിക്കൽ എന്ന ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ആ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് മോൺസ് പ്രക്രിയ. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം ഏതാണ്? കടും നീല നിറം. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറമാണ് കടും നീല നിറം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഏതാണ്? 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിലുള്ള മഴയും ഉള്ള കാലാവസ്ഥയാണ് ഈ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ. 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ അല്ല ഇതിന് ഇടയിൽ ഉള്ള താപനിലയും ചെറിയ തോതിലുള്ള മഴയുമാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി തുണി വ്യവസായമാണ്.